പത്രസമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഗീർവാണം കെട്ടൽ തോന്നുക ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും എന്തോ പങ്കുണ്ടെന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാമെന്ന. കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണ് ഇപ്പോഴും പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിയും CPM ഒക്കെ കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലെന്ന് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചു കൊടുത്തതാ. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, അതിന്റെ ഫലം, അതിന്റെ ഇമ്പാക്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാ. പക്ഷെ അതൊന്നും CPM-ന് ബാധകമല്ല കേട്ടോ. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തുടങ്ങിയ ഒരു അടവാ. എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ ഏതൊരു MP-യെ ഇതിനകത്തൊന്ന് പിടിച്ചിടണം. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ലേശം പൊത്തുവരുത്തം ഉണ്ടാക്കാമെന്നാണ് പിണറായി വിജയന്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഇത് കാണുമ്പോൾ ഇവരുടെ ചർമ്മബലത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൊലിക്കട്ടിയെക്കുറിച്ച് വലിയ അത്ഭുതം തോന്നിപ്പോകും കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യം എന്താ? ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവാ? ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയതാ, അല്ലാതെ ഏതെങ്കിലും ബാങ്കിന്റെ ലോക്കറിലിരുന്ന സ്വർണമല്ല. സാക്ഷാൽ അയ്യപ്പ ഭഗവാന്റെ സ്വർണം. മനസ്സിലായില്ലേ? അതിന്റെ പ്രാധാന്യം പിടികിട്ടിയില്ലേ? ആ സ്വർണം അടിച്ചു മാറ്റിയ കേസാ. അതില് 3 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിൽ കിടന്ന് അഴിയെണ്ണുക. 3 നേതാക്കള്, 4ാമത് ഒരു ഇടത് നേതാവ്, അദ്ദേഹത്തിന്റെ ഊഴം കാത്തിരിക്കുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 3ാമത് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മെമ്പർ പറയുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ല, എന്നോട് പ്രസിഡന്റ് പറഞ്ഞു ഇവിടേക്ക് ഒപ്പിടാൻ, ഞാൻ അവിടേക്ക് ഒപ്പിട്ടെന്നേ ഉള്ളൂ സാറേ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത്. പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ പത്മകുമാർ, പത്മകുമാർ. അണ്ണനെന്തുവാ പറഞ്ഞിരിക്കുന്ന SIT-യോട്? മന്ത്രി പറഞ്ഞു, സാക്ഷാൽ മന്ത്രി സഖാവ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അത് ഞാനങ്ങ് ചെയ്തു, ഞാൻ മാത്രം എങ്ങനെയാ കുറ്റക്കാരനാകുന്നത്? അതാണ് പ്രസിഡന്റിന്റെ മൊഴി. ഇതിനെല്ലാം ഉപരി നമ്മൾ ഇതുവരെ കേട്ട കവർച്ചയൊന്നുമല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി വരിക. നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത് കട്ടളപ്പാളി മേലെ സ്വർണം, ദ്വാരപാലക ശില്പങ്ങള്, ആ പാളികളൊക്കെ ഇളക്കിക്കൊണ്ടുപോയി ഒന്നുകിൽ ഉരുക്കി വിറ്റു, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി. ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഈ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പെരും കൊള്ളയെക്കുറിച്ചാ. ഞെട്ടിക്കുന്നതാണ്. ശബരിമലയിലെ വിശ്വാസികളെ മാത്രമല്ല ഞെട്ടിച്ചിരിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങള് ഈ വാർത്ത കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിളയിലെ 7 പാളികളിലെ സ്വർണം ഈ കവർച്ചക്കാർ അടിച്ചുകൊണ്ടുപോയി എന്നാണ് അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളി രൂപം, ഇതൊക്കെ സ്വർണം പൊതിഞ്ഞു വെച്ചിരുന്നതാ. ഇപ്പോഴതൊന്നും കാണാനില്ല, അടിച്ചുമാറ്റി. ഈ വൻ കവർച്ചക്കാർ, കൊള്ളക്കാര്, അമ്പലം വിഴുങ്ങികള് ഇത് മുഴുവൻ അടിച്ചുമാറ്റിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടില് SIT പറയുന്നത്, പ്രത്യേക അന്വേഷണ സംഘം. ഇനി ശബരിമലയിലെ സ്വർണത്തിൽ പൊതിഞ്ഞ എന്തെങ്കിലും വസ്തു ബാക്കിയുണ്ടോ? ഭഗവാനെ എല്ലാ ലവന്മാർ അടിച്ചുകൊണ്ട് പോയല്ലോ. അതിനെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുക. അത് കേട്ടിട്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ഭക്തരും അല്ലാത്തവരുമായ കേരളീയ സമൂഹം. ഈ ശബരിമലയിൽ പ്രവർത്തിച്ച ഈ കവർച്ചാ സംഘം കൂടുതൽ കവർച്ച നടത്തി. അതിന്റെ വ്യാപ്തി നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും വളരെ വളരെ വലുതാണ് എന്ന് കേരളം മനസ്സിലാക്കിയത് വ്യാഴാഴ്ചയാണ്. അത് പ്രത്യേക അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പടക്കം പുറത്തേക്ക് വന്നു. അത് ചാനലുകൾ മുഴുവൻ അത് പ്രദർശിപ്പിച്ചു ഇന്നലെ വ്യാഴാഴ്ച ദിവസം. അതേ ദിവസം വൈകുന്നേരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുകൂട്ടിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? പല കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ കവർച്ചയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ആള്, സ്പോൺസർ, അയാളാണല്ലോ പ്രധാന പ്രതി. അയാള് സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ഒരു ചിത്രം വീണ്ടും എഴുന്നള്ളിച്ചുകൊണ്ട് വന്നു ഈ പത്രസമ്മേളനത്തിൽ. നേരത്തെ പറഞ്ഞതാ, ഒരു മുഖ്യമന്ത്രിക്കൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണോ? സംസ്ഥാനത്ത് നടന്ന ഒരു പ്രമാദമായ കേസിൽപ്പെട്ട ഒരാള് ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അയാളുടെ സ്വാധീനം ഉപയോഗിച്ച്. വളരെ കാലം മുമ്പ് സോണിയാഗാന്ധിയെ ഇയാൾ ചെന്ന് കണ്ടതിന്റെ ഒരു ചിത്രം നേരത്തെ ഒരിക്കൽ പറഞ്ഞതായി ഇദ്ദേഹം. ഒരിക്കലല്ല, പലവട്ടം പറഞ്ഞു. എങ്ങനെയെങ്കിലും സോണിയാഗാന്ധിയെ ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് കണക്ട് ചെയ്യണം, എങ്കിലേ രക്ഷയുള്ളൂ. അതിനുവേണ്ടി ചെയ്തതാ. പറഞ്ഞല്ലോ, ഈ പ്രമാദമായ വിവരങ്ങൾ, നടന്ന കൊള്ളയുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വലുതാണ് എന്ന് കേരളം അറിഞ്ഞ ദിവസം തന്നെ അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വീണ്ടും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ട കഥയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ. ഇതിനൊക്കെ ലേശം ലജ്ജ വേണ്ടതെന്നൊന്നും അല്ല ചോദിക്കേണ്ടത്. ഇതിനൊക്കെ എവിടുന്ന് ധൈര്യം കിട്ടി എന്നുള്ളതാണ് കേരളം കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കാലത്ത് ദേവസ്വം ഭരിച്ചിരുന്നത് ഏത് സർക്കാരാണ്, ഏത് പ്രസിഡന്റാണ് ദേവസ്വത്തിന് ഉണ്ടായിരുന്നത്, ഏത് കമ്മീഷണറാണ് ഉണ്ടായിരുന്നത്, അവരുടെയൊക്കെ പങ്കെന്താണ്,
ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇതൊക്കെ പുറത്തേക്ക് വന്നതാണ്. ഇതെല്ലാം കണ്ട് ജനങ്ങൾ അമ്പരന്ന് നിൽക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. അത് CPM-നും CPI-ക്കും ഒക്കെ നന്നായിട്ട് അറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. എന്നിട്ട് അവസാനം ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു പഴയ ചിത്രവും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നമ്മുടെ പിണറായി വിജയൻ. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടാൽ എന്താ തോന്നുക? പോറ്റി സാറ് പോയിട്ട് സോണിയാഗാന്ധിയെ കാണുന്നു. സോണിയാഗാന്ധി ഉടനെ തന്നെ നമ്മുടെ പത്മകുമാറിനെ വിളിക്കുന്നു. ഏത് പത്മകുമാർ? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. എന്നിട്ട് പറയുന്നു, നമ്മുടെ പോറ്റി സാറിനെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, പുള്ളിക്കാരന് ലേശം സ്വർണം വേണം. അതാ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളോ അല്ലെങ്കിൽ കട്ടിളപ്പാളികളോ അതൊക്കെ ഇളക്കിക്കൊണ്ട് പോകട്ടെന്നേ. അങ്ങനെ അതുമായിട്ട് പോയിട്ട് അത് ഉരുക്കി വിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശികൾക്ക് കൊടുത്ത് 4 കാശുണ്ടാക്കി ജീവിക്കട്ടെ, പാവപ്പെട്ടവനാ, ഒന്ന് സഹായിക്കണമെന്ന് സോണിയാഗാന്ധി പത്മകുമാറിനെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ പിണറായി വിജയന്റെ ഈ പ്രസംഗം കേട്ടാൽ തോന്നുക. അന്നിവിടെ ഭരിക്കുന്നത് ആരാ? അന്ന് ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാ? പിള്ളേച്ച. അന്ന് ദേവസ്വം ഭരിക്കുന്നത് പത്മകുമാറാ. പത്മകുമാർ പത്തനംതിട്ട DCCയുടെ പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ല. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് UDF അല്ല, സാക്ഷാൽ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇതൊക്കെ നടന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സോണിയാഗാന്ധി ഇതിനുള്ളിലേക്ക് കൊണ്ടുവരിക? സോണിയാഗാന്ധിയെ പോറ്റി സാർ കണ്ട ദിവസം കൂടെ ഉണ്ടായിരുന്ന അടൂർ പ്രകാശ് എങ്ങനെ ഇതിൽ പ്രതിയാവുക? അതാ പറഞ്ഞത്, ഇത് ചർമ്മബലത്തെക്കുറിച്ചോ തൊലിക്കട്ടിയെക്കുറിച്ചോ ലജ്ജയില്ലായ്മയെക്കുറിച്ചോ അല്ല നമ്മളോട് സംസാരിക്കേണ്ടത്, ധൈര്യത്തെക്കുറിച്ചാണ്. ഈ അപകടസന്ധിയിൽ നിൽക്കുമ്പോഴും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നാറി നാശമായിട്ട് നിൽക്കുമ്പോഴും അതിൽ മറ്റുള്ളവരെ പിടിച്ചിടാൻ കാണിക്കുന്ന ഈ ഔത്സുക്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ധൈര്യം, അല്ലെങ്കിൽ ആ ലജ്ജയില്ലായ്മ അത്ഭുതകരമാണ്, അത്യത്ഭുതകരമാണ്. നമ്മുടെ പോറ്റി സാർ എങ്ങനെയാ സോണിയാഗാന്ധിയെ കണ്ടത്? അതേക്കുറിച്ചാണ് ഇപ്പൊ പിണറായി വിജയൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഫീസിന് താഴെ സെക്രട്ടേറിയറ്റിന്റെ മുറ്റത്ത് അവിടെ നടന്ന ഒരു ചടങ്ങ് പണ്ടെന്നുമല്ല, സോണിയാഗാന്ധിയെ പോറ്റി കണ്ട ദിവസങ്ങളിലൊന്നും അല്ല, കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് അവിടെ കേരളത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറിക്കാര് ശബരിമലയിലെ ആവശ്യത്തിന് പോലീസിന് ഒരു ആംബുലൻസ് നൽകുന്നു. അതിന് താക്കോൽ ഏറ്റുവാങ്ങിയത് ആരാ? നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. അത് കൊടുത്തതാരാ? ഈ പോറ്റി, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി ആംബുലൻസിന്റെ താക്കോൽ കൊടുക്കുന്ന ചടങ്ങിൽ എങ്ങനെയാ നമ്മുടെ മുഖ്യമന്ത്രി വന്നത്? അവിടെ എങ്ങനെയാ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നത്? അവിടെ എങ്ങനെയാണ് കേരളത്തിന്റെ DGP വന്നത്? അന്വേഷിക്കണ്ടായോ? സോണിയാഗാന്ധിയെ പണ്ടങ്ങോ പോറ്റി സാറ് കണ്ടതുപോലെ അല്ലല്ലോ ഇത്. കഴിഞ്ഞ 20-ാം തീയതിയാ കൊള്ളയൊക്കെ നടന്നതിന് ശേഷമാ, സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊണ്ടുപോയതിനു ശേഷമാ ദ്വാരപാലക ശില്പം, അതുപോലെ തന്നെ കട്ടിളപ്പാളി, പ്രഭാമണ്ഡലം, വ്യാളി രൂപം, ശിവരൂപം, ഇതിനെയൊക്കെ പൊതിഞ്ഞു വെച്ചിരുന്ന സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിയതിനു ശേഷം ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റില് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താഴെ ഈ ആംബുലൻസ് ഏറ്റുവാങ്ങുന്നത്. അതിനെപ്പറ്റി ചോദ്യം വന്നപ്പോൾ പിണറായി വിജയൻ സഹാബന്തുവാ പറഞ്ഞത്, ഞാനൊരു ചടങ്ങിൽ പങ്കെടുത്തു, അപ്പൊ ആൾക്കൂട്ടത്തിൽ നമ്മുടെ പോറ്റി സാർ ഉണ്ടായിരുന്നത്. ആൾക്കൂട്ടത്തിലൊന്നും അല്ല സാർ, ഇത് ഈ താക്കോൽ വാങ്ങുക പോറ്റിയിൽ നിന്ന് ആരാ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ ദൃശ്യങ്ങളാ വന്നത്. ആദ്യം പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നൊക്കെ, പിന്നെ സാക്ഷാത് ദൃശ്യങ്ങൾ വന്നു. ഏറ്റുവാങ്ങുന്നു ഒരു താക്കോലിന്റെ ഒരു വലിയ രൂപം നമ്മുടെ പോറ്റി സാറിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ് ആര്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ എങ്ങനെയാണ് ഈ ചടങ്ങിൽ പിണറായി വിജയൻ എത്തിയത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നില്ലേ? എന്ത് അതേപ്പറ്റി മിണ്ടുന്നില്ല? ഈ സ്വർണ്ണ കവർച്ച കേസ് ചെറിയ തോതിലൊന്നും അല്ല CPM-നെ ബുദ്ധിമുട്ടിച്ചത്. ഇലക്ഷനിൽ തോൽക്കാൻ ഒരു കാരണമായി എന്നത് മാത്രമല്ല, അതിനുശേഷവും പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു CPM നേതാവ് കൂടെ അറസ്റ്റിലാകുന്നത്, ദേവസ്വം ബോർഡിലെ ഒരു മെമ്പറായിരുന്ന ആള്. അപ്പോ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളെയോ ഇതിലൊന്ന് പിടിച്ചിട്ടാൽ ഒരു ലേശം ചെറിയൊരു പങ്ക് അതൊന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരു അവസരം കിട്ടിയാൽ നന്നായി എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കും തോന്നി. എല്ലാവർക്കുമല്ല, ചില മാധ്യമങ്ങൾക്ക്. ഉടനെ ഒരു കഥ അപ്രത്യക്ഷപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യുമെന്നല്ല, ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചെന്നല്ല, അന്വേഷണ സംഘത്തെ വിളിച്ചെന്നല്ല, അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ സംസാരിക്കുന്നതേ ഉണ്ടായിട്ടില്ല. പക്ഷെ ചെയ്തേക്കും. അത് മാധ്യമങ്ങളുടെ ഒരു സൗകര്യമാണ്, അത് പലപ്പോഴും അവർ ഉപയോഗിക്കുന്നതാണ്. ഏക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നടന്നാലും നടന്നില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തേക്കും എന്നേ പറഞ്ഞുള്ളൂ എന്ന് വേണമെങ്കിൽ പിന്നീട് പറയാം. അപ്പോ അടൂർ പ്രകാശിനെ കൂടി ഇതിനകത്തോട്ട് പിടിച്ചിടുക ഈ സ്വർണ്ണ കവർച്ച കേസിൽ. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എന്താ പറഞ്ഞത്? ഗോവിന്ദൻ മാഷ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് നീളുന്നു എന്ന് പറഞ്ഞപ്പോ കോൺഗ്രസിന് പരിഭ്രാന്തി തുടങ്ങിയെന്ന്. കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നു. ഈ ഏക്കുമായത് ചെയ്തേക്കും
ആ വാർത്ത വന്നതിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു പരാമർശം ആര് നടത്തുന്നത്? നമ്മുടെ ഗോവിന്ദൻ മാക്സ്. അടൂർ പ്രകാശിനോട് എന്ത് ചോദിക്കാനാ ഈ സ്വർണ്ണ കവർച്ച കേസുമായിട്ട് ബന്ധമുണ്ടോ എന്നോ? മാധ്യമങ്ങൾ പറയുന്നത് പോറ്റിയും അദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം അന്വേഷിക്കാനാണെന്ന്. അതിന് ഉപോത്ബലകമായ കാര്യം എന്തുവാ, അല്ലെ കാരണം എന്തുവാ? ഈ ഫോട്ടോയിൽ അടൂർ പ്രകാശം കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഫോട്ടോയിൽ വന്നവരെയൊക്കെ ചോദ്യം ചെയ്യാൻ SITക്ക് സാധിക്കുമെങ്കിൽ, SIT അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്ര പേരെ ചോദ്യം ചെയ്യണം? പിണറായി വിജയനെ ചോദ്യം ചെയ്യണ്ടേ? P ശശി, രവട ചന്ദ്രശേഖരൻ നമ്മുടെ DGP-യാ, പോലീസിന്റെ മേധാവിയാ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടായോ? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്നൊരു സമ്മർദ്ദം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേലുണ്ട് എന്നുള്ളത് ശരിയാ, അതൊരടവാ. കാരണം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. അത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഏതെങ്കിലും ചിത്രത്തിൽ വന്നതിന്റെ പേരിൽ മാത്രമല്ല, അദ്ദേഹത്തിനെതിരായിട്ട് മൊഴിയുണ്ട്. പത്മകുമാർ തന്നെ കൊടുത്ത മൊഴിയുണ്ട്. മനസ്സിലായില്ലേ? ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് പോകുവാൻ ആദ്യം അപേക്ഷ കൊടുത്തത് ദേവസ്വം മന്ത്രിക്കാണെന്നൊരു മൊഴിയോടെ കിടക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. അവിടെ ഈ പ്രത്യേക അന്വേഷണ സംഘം ചില കളികളൊക്കെ കളിച്ചു. രഹസ്യമായിട്ട് ചോദ്യം ചെയ്ത് ആരോടും പറഞ്ഞില്ല, മിണ്ടിയില്ല. 3 ദിവസം രഹസ്യമായിരുന്നു ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് ശേഷം. ഇതൊക്കെ ഹൈക്കോടതി നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളാ. തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അന്വേഷണം ഒന്ന് മന്ദീഭവിപ്പിച്ചു, ഒന്ന് ചവിട്ടിപ്പിടിച്ചു. കാരണം അന്വേഷണം മുന്നോട്ട് പോയാൽ വേറെ ചിലരെ കൂടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ ഇലക്ഷനിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും CPM-ന് LDF-ന്. അപ്പോൾ ഈ അന്വേഷണം ഒന്ന് തണുപ്പിച്ചതാ ഏത് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പൊ ഒരു ബാലൻസിങ്ങിന് വേണ്ടി, അതായത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അടൂർ പ്രകാശിനെ കൂടെ വിളിച്ച് 4 വർത്തമാനം ചോദിച്ചു വിട്ടേക്കാം. അതാണ് ഇപ്പം SITയുടെ മേലുള്ള സമ്മർദ്ദം. പറഞ്ഞല്ലോ, ഇത് സംസാരിക്കുന്നവരെ അടൂർ പ്രകാശത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല, വിളിച്ചിട്ടില്ല, വരണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങോ ഒളിച്ചോടാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് അടൂർ പ്രകാശ് പറയുകയും ചെയ്തിട്ടുണ്ട്. CPM ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഏപ്രിലോ മെയിലോ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിലും ഈ സ്വർണ്ണ കവർച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കും എന്നുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഒട്ടും സ്വാധീനിച്ചിട്ടില്ല, അത് പരാജയത്തിനൊരു കാരണമായിട്ടില്ല എന്ന് ആവർത്തിച്ച് നമ്മുടെ പിണറായി വിജയനും CPM-ന്റെ സഖാക്കളും ഒക്കെ പറയുന്നുണ്ട്. അവരുടെ സംസ്ഥാന സമിതിയിലും മറ്റും മറിച്ച് അഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. പാർട്ടി എടുത്തിരിക്കുന്ന ഔദ്യോഗികമായ നിലപാട് സ്വർണ്ണ കവർച്ച തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഇതിപ്പോ നിയമസഭയിലും നിയമസഭാ പ്രചാരണത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വളർന്നു വരികയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ CPM-ന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ഒക്കെ നിലയില്ലാ കയത്തിൽ വീണ ആളുകൾ കൈകാലിട്ടടിക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നല്ല സൽപ്പേരാണ് ഉണ്ടായിരുന്നത്. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ പഴയ പ്രതിച്ഛായ ഇപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷണ സംഘം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുത്തപ്പോഴേ, പോളിംഗിന്റെ സമയമായപ്പോഴേക്കും ഈ അന്വേഷണത്തിന്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു പോയത്, കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്തത്, 3 ദിവസം അത് രഹസ്യമായി സൂക്ഷിച്ചത്, ഇതെല്ലാം പോരാഞ്ഞ് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഈ അന്വേഷണ സംഘത്തിലെടുത്തിരിക്കുക. അവരാരാ? കേരളത്തിലെ പോലീസിലെ ഏറ്റവും അറിയപ്പെടുന്ന 2 CPM-ന്റെ സഹയാത്രികരാ. അവരെ ആരാണ് നിർദ്ദേശിച്ചത്? പോലീസിലെ CPM ബന്ധമുള്ള മറ്റൊരു ഉന്നതൻ നിർദ്ദേശിച്ചു. അത് ഹൈക്കോടതിയോട് പറഞ്ഞപ്പോൾ ഹൈക്കോടതി സമ്മതിച്ചു. കോടതി ഇവരുടെ പുരാവർത്തമൊന്നും അന്വേഷിക്കാൻ പോയില്ല, അതങ്ങ് സമ്മതിച്ചു. ഇപ്പോ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നപ്പോ കാര്യങ്ങൾ വ്യക്തമായിരിക്കുക. പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞു 2 IPS ഉദ്യോഗസ്ഥന്മാര് അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചിലരുടെ ബന്ധുക്കളാണെന്നാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. അങ്ങനെ 2 IPSകാരെ കുറിച്ച് സംശയം നിൽക്കുമ്പോഴാണ് അന്വേഷണ സംഘത്തിലേക്ക് 2 CPM ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നത്. അന്വേഷണ സംഘത്തിന്റെ തലവൻ വെങ്കടേഷ് അത് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ SIT ഒന്ന് ഓർക്കണം, ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അവർ ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇതിന്റെ പേരിൽ ഉണ്ടാക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിന് 3-4 മാസങ്ങൾ മാത്രമാണുള്ളത്. ഈ അന്വേഷണത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരുപക്ഷെ ഭരണത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഈ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന പ്രതിച്ഛായ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്.